8 സെന്റ് സ്ഥലവും 35 വർഷമാണ് വീടിന്റെ പഴക്കം വരുന്നത് കേട്ടോ. വീടിന്റെ വില ഉദ്ദേശിക്കുന്നില്ല, സ്ഥലത്തിന്റെ വിലക്കാണ് ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ ഗുരുവായൂർ അമ്പലത്തിന്റെ അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്ററിനുള്ളിൽ ദൂരത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ലൊക്കേഷൻ വരുന്നത്. വീഡിയോ നിർത്തുന്നില്ല, നേരെ നമുക്ക് പ്രോപ്പർട്ടിയുടെ വീടിലേക്ക് പോകാം. അതിന് ശേഷം വില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഈ കാണുന്ന ടാർ റോഡിന് അഭിമുഖമായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ടൗണിൽ നിന്ന് അധികം ദൂരത്തല്ലാതെയാണ് പ്രോപ്പർട്ടി വരുന്നത്. ഇവിടെ നിന്ന് ടൗണിലേക്ക് നേരത്തെ പറഞ്ഞിരുന്നു 1 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം. അതായത് ഗുരുവായൂർ ടൗണിലേക്ക് 1 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം വരുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടി ഗേറ്റോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. പഴയ വീടാണ്, 35 വർഷത്തോളം വീടിൻ്റെ പഴക്കമുണ്ട്. അതിനാൽ തന്നെ വീടിൻ്റെ അകത്തെ കാഴ്ചകൾ കാണിക്കുന്നില്ല. വെള്ളത്തിന് ക്ഷാമം അനുഭവപ്പെടാത്ത ഒരു പ്രോപ്പർട്ടിയാണ്. മാവും തെങ്ങുകളൊക്കെയാണ് ഈ പ്രോപ്പർട്ടിയിലെ അനുഭവങ്ങളായി വരുന്നത്. പിന്നെ നിലവിൽ നമുക്ക് വേണമെങ്കിൽ വീട് നിലനിർത്താം, അല്ലെങ്കിൽ വീട് തട്ടി നമുക്ക് വേറെ പുതിയ വീട് പണിയാവുന്നതുമാണ്. വീടിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട് നിലനിർത്തി തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മിക്സഡ് ആയിട്ടുള്ള ഏരിയയാണ് പ്രോപ്പർട്ടി പരിസരം. എല്ലാ വിഭാഗക്കാരുടെയും ആരാധനാലയങ്ങൾ പ്രോപ്പർട്ടിയുടെ പരിസരത്ത് ലഭ്യമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ സ്കൂളിലേക്കുമുള്ള യാത്രാ സൗകര്യം പ്രോപ്പർട്ടിയുടെ പരിസരത്ത് നിന്ന് ലഭ്യമാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ വിശേഷം. ഈ വീട് ഉൾപ്പെടെ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില സെന്റിന് 12 ലക്ഷം രൂപയാണ്. വില അല്പം നെഗോഷ്യബിളുമാണ്. ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിവരങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ ചാനൽ നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടിക്ക് നിങ്ങളുടെ ചാനലിലൂടെ വീഡിയോ ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും അതേ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.